ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഹെൽത്തി ഫുഡാണ് ചപ്പാത്തി നൂഡിൽസ്. റെസിപ്പി നോക്കിയാലോ? ആദ്യം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു സവാള ചേർത്ത് അതിലേക്ക് ശകലം ഉപ്പ് കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. സവാള നന്നായി വഴണ്ട് വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച ഒരു തക്കാളിയും ഒരു പച്ചമുളകും ചേർത്ത് നന്നായി വഴറ്റുക. തക്കാളിയും പച്ചമുളകും ഉള്ളിയും നന്നായി വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച ഒരു മീഡിയം സൈസുള്ള ക്യാരറ്റും ഒരു ക്യാപ്സിക്കവും ചേർത്ത് നന്നായി വഴറ്റുക. അതിനുശേഷം ഇത് കുറച്ച് നേരം അടച്ച് വെക്കണേ. വേറെ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഇതിൽ ചേർക്കേണ്ട. തീ സിമ്മിൽ വെച്ച് കുറച്ച് ടൈം വെച്ചാൽ മതി. അതിൽ നിന്ന് തന്നെ വെന്ത് വന്നോളും. അതിനുശേഷം ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അതിലേക്ക് ഒരു 3 മുട്ട ഉപ്പും കുരുമുളകും ചേർത്ത് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്, അതുകൂടി ചേർക്കുക. മുട്ട ചേർത്തതിന് ശേഷം ഞാൻ കുറച്ച് ചിക്കനിൽ സോയാ സോസും ഉപ്പും കുരുമുളകും ചേർത്ത് ചിക്കൻ ഒന്ന് വറുത്തെടുത്തായിരുന്നു. ആ വറുത്തെടുത്ത ചിക്കൻ പീസ് കൂടി ഇതിലേക്ക് ചേർക്കുക. ചിക്കൻ ഓപ്ഷനിലാണ്, എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ ചേർത്തതേ ഉള്ളൂ. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അതിൽ തന്നെ നടുവിലായി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഗരം മസാലപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർത്ത് മസാലയുടെ ഒരു പച്ചക്കുത്ത് മാറുന്ന വരെ ജസ്റ്റ് ഒന്ന് ഇളക്കുക. അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. മസാലയുടെ അളവൊന്നും പറയാത്ത നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു അളവിൽ മസാല എടുക്കാം കേട്ടോ. ഞാൻ എനിക്കിഷ്ടമുള്ള അളവിലാണ് മസാല ചേർത്തിരിക്കുന്നത്. ഇതൊക്കെ ചേർത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് സോയാ സോസ് കൂടി ചേർക്കുക. 2-3 തുള്ളി മതി. അത് നന്നായി മിക്സായി വന്നതിന് ശേഷം ഒരു 4 ചപ്പാത്തി ചുട്ടിട്ട് അത് ചെറുതായിട്ട് മുറിച്ച് വെച്ചതാണ് കേട്ടോ. ചപ്പാത്തി ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. ചപ്പാത്തി നന്നായി മിക്സാക്കി എടുത്തതിന് ശേഷം ഈ സമയത്ത് ഇതിലേക്ക് ഉപ്പ് ആവശ്യമെങ്കിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉപ്പൊക്കെ ചേർക്കാം കേട്ടോ. ഇത് നന്നായി മിക്സായി വന്നതിന് ശേഷം കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സാക്കി എടുത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. എൻ്റെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബായ്, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.